ഇതാണ് ഗ്രാമം. അച്ഛനിട്ട പേരാ. കണ്ടില്ലേ, ചർക്കയും നൂലും തക്കിളിയും ഒക്കെ ആയിട്ട് ഒരു സബർമതി ആശ്രമത്തിന്റെ മട്ട് തന്നെ ഇല്ലേ? അതെ, പുരാണം പറച്ചിലൊക്കെ അങ്ങ് അകത്ത് വന്നിട്ട് അതിനുമ്പ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. ഇനി ദീർഘദാമ്പത്യം മനസ്സിൽ ധ്യാനിച്ച് വലതുകാലം വെച്ച് അങ്ങോട്ട് കയറുക. പുതുപ്പണി വീട്ടിൽ വന്ന് കയറിയ പരസ്പരം പരിചയപ്പെടാന്നൊരു ചടങ്ങുണ്ട്. ഞാൻ അക്കാമ്പത്തരകൻ, തൊട്ട് അയൽവക്കത്താ താമസം. ഇങ്ങോട്ട് ഇരിക്കുമോളെ. അങ്ങനെ പേര് മാത്രം പറഞ്ഞ് പരിചയപ്പെടുത്തിയ പോരാ, ബാക്കി ഞാൻ പറയാം. ഹൈക്കോടതിയിലെ ക്രിമിനൽ വക്കീൽ മാത്യു തരകന്റെ ഭാര്യ, സാമൂഹ്യ സാംസ്കാരിക വേദികളിൽ സ്ഥിരം പ്രാസംഗിക, പോരെങ്കിൽ കേരളത്തിലെ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന വനിതാ കമ്മീഷൻ മെമ്പർ. ഓ തുടങ്ങി. ഈ കുട്ടി വാ തുറന്നാ പിന്നെ അടയ്ക്കാൻ തുന്നി കെട്ടണം. കിലുക്കാൻ പറ്റി. ആ സുകന്യേച്ചി, ഇനി എന്നെ കുറിച്ചൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഞാൻ ഹരിപ്രിയ, ഹർഷേട്ടന്റെ കുഞ്ഞു പെങ്ങ്. മെഗാ സീരിയലിലെ ദുഃഖപുത്രി, മിനി സ്ക്രീനിലെ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ ആരാധകർ പറയാറുണ്ട്. ചേച്ചി എന്റെ ഏതെങ്കിലും സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ പക്ഷേ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ ദുഃഖപുത്രിയാവൂ. ജീവിതത്തിൽ തന്നെ ദുഃഖപുത്രിയായ മറ്റൊരാളുണ്ട് ഇവിടെ. സ്ത്രീയിലെ ഇന്ദുവിനെ പോലെ, സമയത്തിലെ ദേവസേനയെ പോലെ ഒരാൾ. പേര് പറയില്ല, വേണമെങ്കിൽ തൊട്ട് കാണിക്കാം. ദാ ഹർഷന്റെ നേരെ ഇളയതാ കൃഷ്ണപ്രിയ. ഭർത്താവ് ഡോക്ടർ നന്ദകുമാർ, അമേരിക്കയില. ദുഃഖപുത്രിയായതിന്റെ കാരണം ഇപ്പൊ മനസ്സിലായല്ലോ. കല്യാണത്തിന്റെ 3-ാം പക്കം അമേരിക്കയിലേക്ക് പറന്നു. ഇപ്പതാ മാസം 3 ഹർഷേട്ടന്റെ കല്യാണത്തിന് എത്തിക്കോളാന്ന് ഉറപ്പ് കൊടുത്തിട്ട് ആ വാക്ക് മാറ്റി. അതിൽ പ്രതിഷേധിച്ചാ കല്യാണത്തിന് പോലും വരാത്തത്. അയ്യോ, അതുകൊണ്ടല്ല. ചേച്ചി വന്ന് കേറുമ്പോ ആരതി ഒഴിഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ വരാൻ. ആ, ഇനി ഒരാളായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നേ? ഇത് ജാനമായി. അമ്മ മരിച്ച പിന്നെ ഞങ്ങളെ ഊട്ടിയതും ഉറക്കിയതും ഒക്കെ ഈ ജാനമായി. അങ്ങനെ സുഖിപ്പിക്കൊന്നും വേണ്ട. ഞാൻ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയാ കുഞ്ഞ്. കുറെ നേരം ആയല്ലോ എല്ലാരും കൂടി. ഇടയ്ക്കൊന്ന് സംസാരിക്കാൻ ഇതിനോട് അവസരം കൊടുക്ക. അയ്യോ മാമാജി. എന്റെ പൊന്ന് ഹർഷ, എവിടെയാണ് അതിന്റെ ശില്പന്തികള്? കൃത്യം 6 മണിക്ക് തുടങ്ങേണ്ട പാർട്ടിയാ. ഒരു 100 കൂട്ടം കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. എന്തെങ്കിലും ഏൽപ്പിക്കാതെ വെച്ചാൽ ഒറ്റൊരെണ്ണത്തിന് കിട്ടത്തില്ല. അല്ല, മണവാട്ടിയെ വീട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് എത്താം എന്ന് പറഞ്ഞിട്ട് താനിത് എവിടെയായിരുന്നു? എന്റെ പൊന്നെ, ആ കാര്യം തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ആട്ടെ, കക്ഷി എവിടെ? മോളെ സുകന്യേ. ആ മോളെ, ഇത് മിസ്റ്റർ ബാലഗംഗാധര മേനോൻ, ഹർഷന്റെ ഒരു അമ്മാവനായിട്ട് വരും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പെൻഷൻ പറ്റി പിരിഞ്ഞ പല്ലി കൊഴിഞ്ഞ ഒരു IPS സിംഹം. സർവീസ് വിട്ടതും രാഷ്ട്രീയത്തിൽ കയറി പിടിച്ചു. എന്റെ പൊന്നു മോളെ, ഞാൻ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ കയറി പിടിച്ചതൊന്നുമല്ല. എന്റെ രാഷ്ട്രീയ ഗുരു ദേ സാക്ഷാൽ ഇദ്ദേഹം തന്നെയാണ്. എന്നും പറഞ്ഞ് ഇദ്ദേഹത്തെ പോലെ ഗാന്ധി മാർഗത്തിന്റെ പേരും പറഞ്ഞ് കള്ളിഷാപ്പ് പിക്കറ്റ് ചെയ്യാനും ഉപവാസം കിടക്കാനൊന്നും എന്നെ കിട്ടത്തില്ല. എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു ശകല അഴിമതി, ഒരു ഇത്തിരി കുംഭകോണം, അതും അത്യാവശ്യത്തിന് വേണ്ടി മാത്രം. ആ പിന്നെ കല്യാണത്തിന് എനിക്ക് കൂടാൻ പറ്റിയില്ല. ഇത്തരത്തിലൊന്നായതുകൊണ്ട് വേണ്ടപ്പെട്ടവരാരും ക്ഷണിക്കാനും പറ്റിയില്ല. അപ്പൊ അവരുടെ പരാതി തീർക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തൊരു ഹോട്ടലിൽ വൈകിട്ട് ഒരു ചെറിയ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ ഓട്ടത്തിലായിരുന്നു. ആ പിന്നെ ഹർഷ, 6 മണിക്ക് മുമ്പ് ഹോട്ടലിൽ എത്തിയിരിക്കണം. ഗസ്റ്റുകൾ എത്തിയിട്ട് വധുവരന്മാർ എത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ്. അല്ല, ഇവിടുത്തെ പിള്ളേരൊക്കെ എവിടെ? കൃഷ്ണേ, ഹരി, ആ നീങ്ങി വന്നേ. നല്ല ഫോമാ അല്ലേ? 2 സ്മോൾ കൂടി അടിക്കണം തോന്നുന്നുണ്ടോ? നേരെ ബാറിലേക്ക് വിട്ടോ. വെറുതെ മധുതി രാത്രി കൊളം ആക്കല്ലേ സാറേ.
എന്നൊരു ബോറാ ഞാൻ കാട്ടിയത് അല്ലേ? ഇത്രയ്ക്ക് കോമൺ സെൻസ് ഇല്ലാതെ. സത്യം പറയാമല്ലോ, വേണോന്ന് വെച്ചിട്ടായിരുന്നില്ല. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോ അങ്ങനെ പറ്റിയത്. ആ, ഏതായാലും പറ്റിയത് പറ്റി. ഇതിനുള്ള പ്രായച്ചിത്തം ഞാൻ തന്നെ ചെയ്യാൻ പോവാ. ഈ അവസ്ഥയിൽ ഒരു മധുരതി രാത്രി ഇന്ന് വേണ്ട. ഇങ്ങനൊരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് കരുതുക. എല്ലാം മറന്നൊരു പുതിയ മൂഡിൽ. അതെ, അതാണ് എൻ്റെ ശരി. ഒരു സ്വയം ശിക്ഷ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമസ്കാരം. താനെന്തോടെ പറയാ പാർട്ടിക്ക് വരാഞ്ഞത്? എങ്ങനെ വരാനാ സാറേ, ഞാനിവിടെ ഇല്ലെങ്കിലുള്ള അവസ്ഥ സാറിന് അറിയാവല്ലോ. കുരുത്തംകൊട്ട കുറെ പിള്ളേരുണ്ട് ഇവിടെ. വല്ല കണ്ണന്തരവും കാണിച്ചാ പിന്നെ കേസരി എങ്ങുന്നതിനോട് ഞാൻ സമാധാനം പറയണ്ടേ? ശരിക്കും കണ്ടോണം. ഇതാണ് നമ്മുടെ ശ്രീമതി. നമസ്കാരം. നമസ്കാരം. പെട്ടി സാധനം എടുത്ത് അത്തേക്ക് ശരി സാർ. രാജാ, എന്തോ? ആദ്യം ചൂടോടെ 2 ചായ വേണം. ഓക്കെ സാർ. എങ്ങനെയുണ്ട് മധുവിധുവിന് തെരഞ്ഞെടുത്ത താവളം? ഇഷ്ടായോ ശ്രീമതിക്ക്? വായ തുറന്ന് എന്തെങ്കിലും ഒന്നും മിണ്ടണ്ട വെച്ചേ. താലി കിട്ടിയ നിമിഷം മുതൽ ഈ നേരം വരെ ഈ ചുണ്ടെന്നിറങ്ങി ഞാൻ കണ്ടിട്ടില്ല. ദേ, തന്നെ കൊണ്ട് മിണ്ടിക്കാനുള്ള വഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ആദ്യം നമുക്കൊന്ന് കുളിച്ച് ഫ്രഷാകാം. വാ. മിസ്സിസ് സുകന്യ ശ്രീഹർഷൻ. നമ്മൾ തമ്മിൽ ഒരിക്കൽ കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ വെച്ച്. തൂവെള്ള കോട്ടും ധരിച്ച് കഴുത്തിലൊരു സ്റ്റെത്തും തൂക്കി ഈ ഉള്ളവന്റെ സിരാപടലങ്ങളുടെ താളം പരിശോധിച്ചത് ഓർമ്മയുണ്ടോ? ശ്രീഹർഷൻ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവനാണ്. പക്ഷെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്. എന്ത് പ്രസ്ഥാനം തുടങ്ങിയാലും ഞാൻ ഉദ്ഘാടനം ചെയ്യണമെന്ന വാശി അവന്. നിർബന്ധിച്ചാൽ പിന്നെ നിരാശപ്പെടുത്താൻ പറ്റുമോ? പറ്റില്ല.
ഡോ ആ. മതിയാക്ക് നിർത്ത്. ഹർഷ, ആ പെങ്കൊച്ചു വല്ലാതെ പേടിച്ചിരിക്കുക. ഇന്നിനി അങ്ങോട്ട് പോകണ്ട, കിടന്നുറങ്ങിക്കോട്ടെ. പറഞ്ഞത് മനസ്സിലായോ? താലി കെട്ടിയ അധികാരമൊന്നും ഇന്ന് കാണിക്കണ്ടെന്ന്. അതിനൊക്കെ സമയമുണ്ട്. ഉം. ആ.